ഇറാൻ ഇസ്രായേൽ സംഘർഷം ലഘൂകരിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുന്നതിനിടെ ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുകയാണ് ഇറാന്റെ പിന്തുണയുള്ള സായുധ സേനയായ ഹിസ്ബുള്ള. ശനിയാഴ്ച സിറിയയിൽ ഇസ്രായേൽ കനത്ത ആക്രമണമാണ് നടത്തിയത്. ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേൽ പോരാട്ടം തുടങ്ങിയ ശേഷം നടന്ന ഏറ്റവും രക്തരൂക്ഷിതമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള ആയുധ ഡിപ്പോയ്ക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ അവരുടെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു. ഇതിനു മറുപടിയായി വടക്കൻ ഇസ്രായേലിലെ അയലത്ത് ഹഷാഹാറിലേക്ക് ഹിസ്ബുള്ള 55 റോക്കറ്റുകളാണ് പായിച്ചത്. ലെബനൻ അതിർത്തിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന യൂണിഫിൽ സമാധാന സേനയുടെ 3 പ്രവർത്തകർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ഒക്ടോബർ 7-ന് ഇസ്രായേലും ഹമാസും തുടങ്ങിയ പോരാട്ടത്തിൽ ഹമാസിന് പിന്തുണ നൽകിക്കൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതോടെയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചത്. അതിനൊപ്പം ഹിസ്ബുള്ള സൈനിക തലവൻ ഫുവാദ് ഷുക്കർ കൊല്ലപ്പെട്ടു. ഇതോടെയാണ് ഇസ്രായേലിന് മേൽ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചത്. അതിനിടെ വിശാലമായ തുരങ്കത്തിലൂടെ മിസൈലും വഹിച്ചുകൊണ്ട് ട്രക്കുകൾ കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ വെള്ളിയാഴ്ച ഹിസ്ബുള്ള പുറത്തുവിട്ടിരുന്നു. ആദ്യമായാണ് തങ്ങളുടെ തുരങ്ക ശൃംഖലയുടെ ദൃശ്യങ്ങൾ ഹിസ്ബുള്ള പുറത്തുവിടുന്നത്. തങ്ങളുടെ കരുത്ത് പ്രദർശിപ്പിക്കാനാണ് ഹിസ്ബുള്ള വീഡിയോ പുറത്തുവിട്ടത്. ശത്രുവായ ഇസ്രായേൽ യുദ്ധം ആഗ്രഹിക്കുന്നു, ഞങ്ങളെ അതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു, ഞങ്ങൾ എന്തിനും തയ്യാറാണ്, ഹിസ്ബുള്ളയുടെ റോക്കറ്റ് സംവിധാനങ്ങൾ കരുത്തുറ്റതാണ്. വെള്ളിയാഴ്ച പുറത്തുവിട്ട വീഡിയോ സമുദ്രത്തിലെ ഒരു തുള്ളി മാത്രമാണ്, ഹിസ്ബുള്ള പ്രസ്താവനയിൽ അറിയിച്ചു. സംഘർഷം ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അമേരിക്കയും മറ്റ് പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളും. ഈ ആഴ്ച സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി അമേരിക്കൻ പ്രതിനിധി അമോസ് ഹോസ്റ്റൈൻ ലെബനനും ഇസ്രായേലും സന്ദർശിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച ഗസ വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ നടത്തുന്നതിനിടെയായിരുന്നു അമേരിക്കൻ പ്രതിനിധിയുടെ സന്ദർശനം. അതിനിടെ ഹിസ്ബുള്ള ഇസ്രായേലിൽ കനത്ത ആക്രമണമാണ് നടത്തുന്നത്. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതോടെ ഇസ്രായേൽ കനത്ത ഭീതിയിലാണ്. ലഹി സ്ട്രീറ്റിൽ ഞായറാഴ്ച രാവിലെയായിരുന്നു സ്ഫോടനം നടന്നത്. ഭീകരാക്രമണമാണ് നടന്നതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ആക്രമണത്തിന് പിന്നിൽ ഹമാസോ ഹിസ്ബുള്ളയോ എന്ന് വ്യക്തമല്ല. ബാഗിൽ ബോംബുമായി എത്തിയ ചാവേർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ സംഭവത്തോടെ ഇസ്രായേൽ ഭീകരാക്രമണ ഭീതിയിലാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.